ദേവീ ശരണമമ്മേ കല്യാണീം കമലേക്ഷണം വരനിധിം മന്ദാരചിന്താമണിം കല്യാണീം ഘനസംസ്ഥിതാം ഘനകൃപാം മായാം മഹാവൈഷ്ണവീം കല്യാണീം ഭവതിം വികർമ്മശമനാം കാഞ്ചീപുരീം കാമദാം കല്യാണീം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 34-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ചിത്തശുദ്ധി, കർമ്മങ്ങൾ, വേദാധിഷ്ഠിതമായിട്ടുള്ള വേദോക്തമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ കർമ്മങ്ങൾ എത്ര കാലം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാവുന്നത് വരെ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാലോ പിന്നെ ആ കർമ്മങ്ങളൊക്കെ വിടണം. കർമ്മങ്ങൾ തുടങ്ങിയ കർമ്മം അവസാനം വരെ ചെയ്തിരിക്കാനല്ല ഈ കർമ്മങ്ങളൊന്നും, അല്ലേ? ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, ഞാനൊരു കമ്പനിയിലെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ട്സിൽ 5 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പരിചയമുണ്ട്. ഒരാൾ 3 വർഷം, ഒരാൾ 2 വർഷം, ഒരാൾ 5 വർഷം പരിചയമുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു കമ്പനിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ 5 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്, ഒരു മുൻഗണനയുണ്ട്. അതവിടെ ഒരു ക്രെഡിറ്റാണ്. ആ എക്സ്പീരിയൻസ് 5 വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്തു എന്നുള്ളത് അതൊരു ക്വാളിഫിക്കേഷനാണ്. എന്ന് വെച്ചിട്ട് 10ാം ക്ലാസ്സിൽ ഞാൻ 5 കൊല്ലം പഠിച്ചിട്ടുണ്ട് എന്നിട്ടാണ് പാസ്സായത്, വെറുതെ ഒന്നുമല്ല. 5 കൊല്ലം പഠിച്ച് പാസ്സായി എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിഫിക്കേഷൻ ആകും. ആ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയാൽ ആരെങ്കിലും ജോലി തരുമോ? 5 പ്രാവശ്യം 4 പ്രാവശ്യം തോറ്റ്, അല്ലെങ്കിൽ 5 പ്രാവശ്യം തോറ്റിട്ട് 6ാമത്തെ പ്രാവശ്യം അവൻ ജയിച്ചിരിക്കണത് കൊണ്ടുപോകുന്ന എൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് പറയും. അപ്പോൾ ഒരു സ്ഥലത്ത് 5 കൊല്ലം ജോലി ചെയ്തത് ഒരു ക്വാളിഫിക്കേഷനായി എന്നത് വെച്ച് 5 കൊല്ലം 10ാം ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളത് ഒരു ക്വാളിഫിക്കേഷൻ ആവില്ല, അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്, അല്ലേ? എന്നതുമാതിരി തന്നെ ഈ കർമ്മങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്വാളിഫിക്കേഷനല്ല. കർമ്മങ്ങൾ ചെയ്ത് കർമ്മത്തിൽ നിന്നും വിരക്തി ഉണ്ടാവണം. കർമ്മവിരക്തി എപ്പോഴാണ് ഉണ്ടാവണം? ചിത്തശുദ്ധി ഉണ്ടാവുമ്പോൾ കർമ്മവിരക്തി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടായിക്കഴിയുമ്പോൾ കർമ്മവിരക്തി ഉണ്ടാവും. അപ്പോൾ ആ കർമ്മവിരക്തിയെ നേടാൻ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്നും വിരക്തി ഉണ്ടാക്കുക. ആ വിരക്തി ഉണ്ടാവാതെ കണ്ട് മോക്ഷം കിട്ടില്ല. ശ്രീമദ് ഭാഗവത പുരാണത്തിലെ 4ാം സ്കന്ധത്തിൽ വരുന്നതായിട്ടുള്ള പ്രാചീന ബർഹിസത്തിൻ്റെ കഥ അതാണല്ലോ. കർമ്മഠനായിരുന്നു, കർമ്മം ചെയ്തുകൊണ്ട് മാത്രം പോവുക. അതുകൊണ്ട് അവന് മുക്തിക്ക് പോകാൻ പറ്റില്ല എന്ന കാരണം കൊണ്ട് ഗുരുവായി നാരദൻ വന്ന് ആ കർമ്മത്തിൽ നിന്നും വിരക്തി ഉണ്ടാക്കി വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് ഭഗവാനെ ഭജിച്ച മുക്തിമാർഗത്തിലേക്ക് നയിക്കണം. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാവുന്നത് വരെ, അല്ലെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാക്കാനാണ് അത് ചെയ്യുന്നത് എന്ന് അതിനെ മനസ്സിലാക്കി ആ കർമ്മങ്ങളെ കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാക്കി ആ കർമ്മങ്ങളെ വിടണം. 6ാം ക്ലാസ് ജയിച്ച് 7ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 6ാം ക്ലാസ്സിൻ്റെ ബുക്ക് നമ്മൾ വിട്ടുപോകണു. 7 നിന്ന് 8ലേക്ക് ജയിച്ചാൽ 7ാം ക്ലാസ്സിൻ്റെ ബുക്ക് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ വിൽക്കും. പിന്നെ അത് നമ്മളെ ജീവിതം മുഴുവൻ ഏറ്റു നടത്താറൊന്നുമില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ, എത്ര പേജുകൾ എഴുതി ഞാൻ ഹോംവർക്ക് ചെയ്തു, ഡിക്റ്റേഷൻ എഴുതി,
മനസ്സിലായില്ലേ? അതൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും 6, 7, 5, 8, 10 ഒക്കെ എഴുതിയതും പഠിച്ചതായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച് അതും കൊണ്ട് നടക്കാനുണ്ടോ? അതൊന്നുമില്ല. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിട്ടു. കാരണം എന്താ? ഇതൊക്കെ ചെയ്തത് എന്തിനാ? അത് പഠിക്കാനാണ്. അത് പഠിച്ചു, നമ്മുടെ ബുദ്ധിയിൽ ഉറച്ചു, മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ആ ബുക്കിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? പിന്നെ ആ ബുക്ക് വേണ്ട. അതിൽ നിന്നും എന്തെന്നാണോ അറിയേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കരിമ്പ് മുഴുവൻ പിഴിഞ്ഞ് അതിൻ്റെ രസം മുഴുവൻ എടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ ആ ചണ്ടിയുടെ ആവശ്യമുണ്ടോ? അത് വെച്ച് ആരെങ്കിലും ഇരിക്കുമോ? അത് വലിച്ചെറിഞ്ഞു. ആ രസം കിട്ടാനാണ് അതിട്ടിങ്ങനെ പിഴിയണത്. ആ രസം മുഴുവൻ അന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ചണ്ടി കൊണ്ട് എന്താ കാര്യം? അതിനെ നമ്മൾ വലിച്ചെറിഞ്ഞു എന്നതുമാതിരി എല്ലാം തന്നെ ഭാഗവതമായാലും ശരി, പുരാണങ്ങളായാലും ശരി, എന്തൊക്കെ തന്നെയാണെങ്കിലും ശരിയല്ല, പഠിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ചിത്തശുദ്ധി ഉണ്ടായി കർമ്മ വിരക്തി ഉണ്ടാവാനാണ്. അല്ലാതെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫലമൊന്നുമില്ല. ആ ധനസമ്പാദനത്തിനൊക്കെ ഫലമുണ്ടായി എന്നൊക്കെ വരാം. ഭാഗവതം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സപ്താഹങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പോകുമ്പോൾ ധനസമ്പാദനമൊക്കെ ഉണ്ടായിന്ന് വരും, ഇല്ല എന്നില്ല. അതിനൊക്കെ ഉപകരിക്കും. അതൊക്കെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ്, ആത്മീയമായിട്ടുള്ള നേട്ടമല്ലല്ലോ അതൊന്നും. ആത്മീയമായിട്ടുള്ള നേട്ടം നേടണമെന്നുണ്ടെങ്കിൽ ഭാഗവതം പഠിച്ച് അതിൻ്റെ സാരം തത്വം മനസ്സിലാക്കി അതിനെ നമ്മുടെ ജീവിത രീതിയാക്കി ആ രീതിയെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മൾ പോയാൽ അത് നമുക്ക് ഉപകാരമായി തീരും. അപ്പം ഈ കർമ്മങ്ങളെ കൊണ്ടൊക്കെ എന്ത് വേണം? ചിത്തശുദ്ധി. എങ്ങനെ? ശമം, ദമം, തിതിക്ഷ, വൈരാഗ്യം, ശുദ്ധമായിട്ടുള്ള ബുദ്ധി എന്നിവയൊക്കെ ഉണ്ടാവുന്നത് വരെ, അത് നമ്മുടെ ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് വരെ ഇതാ ഈ കർമ്മങ്ങളൊക്കെ ദാന, ഹോമ, വ്രത, നിയമ, തപ, സാഖ്യ, യോഗൈഹി ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ കൂടി നമ്മൾ ചിത്തശുദ്ധി ഉണ്ടാക്കി പിന്നീട് ഇതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറയണത്. ഇതിനെയൊന്നും കൊണ്ട് നടക്കരുത്. അതിനുശേഷം സന്യാസാശ്രമമൊക്കെ സ്വീകരിച്ച് അന്ധകരണം, നമ്മളുടെ മനസ്സിനെ നമ്മുടെ കടിഞ്ഞാണിൽ നിർത്താൻ കഴിഞ്ഞാൽ ആ വേദാന്തങ്ങളൊക്കെ അഭ്യസിച്ചവൻ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിനെ ഭക്തിയോടെ ആശ്രയിച്ച് നിത്യവും വേദാന്ത വിഷയങ്ങളൊക്കെ ശ്രവണം ചെയ്ത് പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയതായിട്ടുള്ള ഉപനിഷത്ത് വാക്യങ്ങളുടെയൊക്കെ അർത്ഥം പൂർണ്ണമായി പഠിച്ച് അറിഞ്ഞ് അതിനെയൊക്കെ മനനം ചെയ്ത് ഈ തത്വമസ്യാദി വാക്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ജീവ ബ്രഹ്മ ഐക്യത്തെ മനസ്സിലാക്കി നിർഭയനായിക്കൊണ്ട് ഭയം തീർന്ന് ആരാണോ വർത്തിക്കുന്നത് അവൻ എന്നിൽ സാരൂപ്യമാവും. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്നാണല്ലോ ശ്രുതിവാക്യം. അഹം ബ്രഹ്മാസ്മി.